ഗസയിലെ സമാധാന പ്രക്രിയയെക്കുറിച്ച് US പ്രചാരണങ്ങൾ നടത്തി വരുമ്പോൾ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ തങ്ങളുടെ ഓപ്പറേഷനുകൾ വർദ്ധിപ്പിച്ചു വരികയാണ്. ഫലസ്തീൻ ഭീകരവാദത്തെ തടയാനുള്ള കലാപവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നുള്ള പേരിലാണ് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ നടന്നു വരുന്നത്. സൈനിക പദങ്ങൾ ഉപയോഗിച്ച് യഥാർത്ഥ ഉദ്ദേശങ്ങൾ മറച്ചുവെക്കുകയാണ് ഇസ്രായേൽ. ഏറ്റവും ഒടുവിൽ ഹെബ്രോണിൽ നടന്ന കൗണ്ടർ ടെററിസം ഓപ്പറേഷൻ ഇതിന് ഉദാഹരണമാണ്. ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുക, നിയമവിരുദ്ധ ആയുധങ്ങൾ പിടിച്ചെടുക്കുക തുടങ്ങിയ കാരണങ്ങൾ പറഞ്ഞായിരുന്നു ദിവസങ്ങൾ നീണ്ടുനിന്ന ഈ ഓപ്പറേഷൻ ഇസ്രായേൽ നടത്തിയത്. തീവ്രമായ സൈനിക ആക്രമണവും കുടിയേറ്റക്കാരുടെ വീട് കയറിയുള്ള അക്രമവും റോഡ് ബ്ലോക്കുകളും ചെക്ക് പോയിന്റുകളും വർദ്ധിപ്പിക്കലുമായി ജനജീവിതം ദുസ്സഹമാക്കുകയാണ് ഇതിന് പിന്നിലെ ലക്ഷ്യം. 2025 ഇസ്രായേൽ സൈന്യം വെസ്റ്റ് ബാങ്കിൽ നടത്തിയ ആക്രമണം 1967 ശേഷം ബലപ്രയോഗത്തിലൂടെ നടത്തിയ ഏറ്റവും വലിയ കുടിയൊഴിപ്പിക്കൽ ക്യാമ്പയിനായി മാറിയിരുന്നു. ഏകദേശം 50,000 ഫലസ്തീനികളെയാണ് അവരുടെ വീടുകളിൽ നിന്ന് ബലമായി കുടിയൊഴിപ്പിച്ചത്. ജെനിൻ, തുൽക്കറം അഭയാർത്ഥി ക്യാമ്പുകൾ സൈന്യം നശിപ്പിച്ചു കളഞ്ഞു. അവിടേക്ക് തിരിച്ചു വരാൻ പോലും അവസരം നൽകാതെ ആളുകളെ ആട്ടി ഓടിക്കുകയായിരുന്നു അവർ. ഈ 2 ക്യാമ്പുകളും വടക്കൻ മേഖലയിലെ സൈനിക ആസ്ഥാനങ്ങളായി മാറ്റിയിരിക്കുകയാണ്. റോഡുകൾ, ശുചിമുറി സംവിധാനങ്ങൾ, വൈദ്യുതി എന്നിവ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും നശിപ്പിച്ചു കഴിഞ്ഞു. ജെനിൻ നഗരത്തിലെ റോഡുകളുടെ കുറഞ്ഞത് 70% ബുൾഡോസർ കയറ്റി തകർത്തു. കോടിക്കണക്കിന് ഡോളർ സാമ്പത്തിക നഷ്ടമാണ് ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. 2025 കുടിയേറ്റക്കാരുടെ ആക്രമണങ്ങൾ 25 മുതൽ 27% വരെ വർദ്ധിച്ചതായാണ് റിപ്പോർട്ടുകൾ. 1800-ലധികം ആക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ വർഷം നടന്ന സംഭവങ്ങൾ പ്രദേശത്തെ മാനുഷിക പ്രതിസന്ധിയെ കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുകയാണ്. ജനുവരി 6 മുതൽ 19 വരെ ഒരു കുട്ടിയടക്കം 2 ഫലസ്തീനികളെയാണ് ഇസ്രായേൽ സൈന്യം വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ഹെബ്രോണിന്റെ തെക്ക് ഭാഗത്ത് കർഫ്യൂ തുടരുകയാണ്. അന്താരാഷ്ട്ര സമൂഹം ഇടപെട്ട് ഈ അക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന ആവശ്യമാണ് ജനങ്ങൾ ഉയർത്തുന്നത്.